എല്ലാവർക്കും നമസ്കാരം. ഫംഗ്ഷൻ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ട് ഒരു ടോപ്പിക്കാണ്. വളരെയധികം റെലവെന്റ് ആണ് ഈ ഒരു സമയത്ത് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇത് തീർച്ചയായിട്ടും ഈ ചാനലിൽ ഇത് ഷെയർ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം നമ്മൾ ഇതിനെ സംബന്ധിക്കുന്ന ഒരു വെബിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ട്. അവിടെ ആ ഒരു ലൈവ് വെബിനാറിൽ ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്, അതായത് ഈ വർഷത്തില് നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കാനുള്ള ഒരു അവസരം. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു ഏരിയ ശ്രദ്ധ കൊടുക്കാമല്ലോ. ആ രീതിയിലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും എന്നുള്ളതാണ്. പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും ഹെൽത്ത് സെക്ടർ വളരെ വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അത് നമുക്കറിയാം, ഒരു 100 പേരെ എടുത്താൽ ഒരു 90 പേരുടെയെങ്കിലും ഹെൽത്ത് വൺ ഓർ അതർ വേ വളരെയധികം മോശമായിട്ടൊരു അവസ്ഥയിലാണ് എല്ലാവരും അത് പൊതുവെ പറയുന്നുണ്ട്. അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പൊ നമ്മളോടത് 9th പീരീഡിലാണ് ഫംഗ്ഷയിലുള്ളതും, അതേപോലെ തന്നെ ഇയർ 9ലാണ് നമ്മളുള്ളത്. അതായത് 2025 ടോട്ടൽ ചെയ്യുമ്പോൾ 9 വരുന്നുണ്ട്. അപ്പൊ അതും ഒരുപാട് അസുഖങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. പ്ലസ് 9 എന്നുള്ളത് മാഴ്സ് ആണ്. അപ്പൊ അസുഖങ്ങൾക്കൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും അപകടങ്ങള്, പോലീസ് കേസുകള്, അതേപടി മർഡറുകൾ. അതായത് വളരെ ദുരന്തമായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒത്തിരി കൊലപാതകങ്ങളും വളരെയധികം വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആ രീതിയിലുള്ള മരണങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ശരിക്കും ഈ 9 എന്നുള്ള ഒരു നമ്പറിന്റെ സൂചന തന്നെയാണ്. അത് ചൊവ്വയുടെയാണ്. അപ്പൊ അത് നമുക്കറിയാം, നമ്മളാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വയലൻസ് ആസ്വദിക്കുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിക്കഴിഞ്ഞു. അതായത് ഇപ്പൊ നമ്മൾ കണ്ട് ചില മൂവീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത്രയും ആ വയലൻസിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞത് ആളുകൾ അത് ആസ്വദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു അപകടത്തിന്റെ ഒരു വീഡിയോ ഒക്കെ ചാനലിൽ വരികയാണെങ്കിൽ പരമാവധി അത് ബ്ലർ ചെയ്തോ അല്ലെങ്കിൽ അത് കാണിക്കാതിരിക്കാനുണ്ട്. ഇപ്പൊ അത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ആളുകൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഈ ഒരു അവസ്ഥയുടെയാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ ഒരു വികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ, പേഴ്സണൽ ഇയർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ പേഴ്സണൽ ഇയർ പ്രകാരം നമുക്ക് ശരിക്കും ഓരോ ഇയറും ഓരോ വ്യക്തികൾക്ക് എങ്ങനെയാണ്, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട്, അതേപടി അവർക്ക് ഹെൽത്ത് സെക്ടറിൽ ഏതൊക്കെ ഏരിയ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ അതിന്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് എന്തായാലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഇൽനെസ് ഏരിയ ഡെഫിനറ്റ് ആയിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളതൊന്ന് കേട്ടു നോക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പേഴ്സണൽ ഇയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ ഡേറ്റും മന്തും എടുക്കുക. അതിന്റെ കൂടെ വർഷം എന്നുള്ളത് നമ്മുടെ ഈ വർഷത്തിന് വേണം ആഡ് ചെയ്യാനായിട്ട്. 2025 നമ്മൾ എടുക്കേണ്ടത്. അതായത് ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് 18 എന്നുള്ള ഡേറ്റും 12 എന്നുള്ള മാസവുമാണെങ്കിൽ 18/12/2025 എന്നുള്ള ഡേറ്റ് എടുത്തിട്ട് ഇതിനെ ടോട്ടൽ ചെയ്തിട്ട് സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റുകയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്കറിയാം, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അതിനെ ടോട്ടൽ ചെയ്യുമ്പോൾ അത് 3 എന്നുള്ള സിംഗിൾ ഡിജിറ്റിലേക്ക് മാറും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേഴ്സണൽ ഇയർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വർഷത്തിന്റെ മുന്നോട്ടുള്ള ഗതി എന്നുള്ളത് ഞാൻ എന്റെ താഴെ റിപ്ലൈ തരാം. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ കൂട്ടുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇയർ 1 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷം ഹെഡ് റീജിയനിലുള്ള അസുഖങ്ങൾക്ക് ചാൻസസ് വളരെ കൂടുതലാണ്. മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വളരെ കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. സെൻസ് ഓർഗൻസ്, അതായത് നമുക്ക് കാണാനും കേൾക്കാനും ശ്വസിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് ആ ഗന്ധങ്ങൾ, നമ്മുടെ ഈ 5 സെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ചാൻസസ് വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൂടുതലും കണ്ണിനായിരിക്കും. കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്ലസ് ഈ മൈഗ്രെയിൻ, തലവേദനകൾ, ഈ വക കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്യേണ്ട, ഒന്ന് പ്രോപ്പർ ആയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം 2 ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പേഴ്സണൽ ഇയർ 2 ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡൈജസ്റ്റീവ് ഏരിയ, അതായത് ഡൈജഷൻ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള അസുഖങ്ങളുടെ ചാൻസസ് കൂടുതലാണ്. ഡൈജഷൻ പ്രോപ്പർ അല്ലാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. ബ്ലോട്ടിങ്, സ്റ്റൊമക് റിലേറ്റഡ് ഇൽനെസിന്റെ സാധ്യതകളൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്നതാണ് ശരിക്കും 2. പ്ലസ് ഭയങ്കര ആങ്സൈറ്റി, ടെൻഷൻ, ഇതും നമുക്ക് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിപ്രഷൻ പോസിബിലിറ്റി ഒക്കെ ഈ 2 വരുന്ന ആളുകൾക്ക് വരാറുണ്ട്. അതേപടി തന്നെ വരുന്നതാണ് 3 ആണെങ്കിൽ. ഇപ്പൊ 3 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരുടെ ശ്വസനവുമായിട്ട് സംബന്ധിക്കുന്ന അസുഖങ്ങളായിരിക്കാം. അതായത് ബ്രെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ശ്വാസകോശ കുഴൽ, ആ ഒരു ഏരിയയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടാവുക. മേ ബി ഒരു നല്ല പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് അത് പോയി കണക്ട് ആവാനും അതൊരു അസുഖമായിട്ട് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വളരെയധികം കൂടുതലാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഇയർ 3 ആണെങ്കിൽ. അതുപോലെ പേഴ്സണൽ ഇയർ 4 ആണെങ്കിൽ ഈ പറഞ്ഞ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ചാൻസസ് വളരെ കൂടുതലാണ്. BP വളരെയധികം ശ്രദ്ധിക്കുക. BP താഴാനും
അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ട് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്, വിച്ച് ക്യാൻ ലീഡ് ടു ദ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 5 ആണെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഈ യൂറിനറി ഇൻഫെക്ഷൻസും കാരണമൊക്കെ വളരെയധികം ചാൻസസ് കൂടുതലാണ്. ത്വക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ചാൻസസും ഈ 5 ആണ് നിങ്ങളുടെ പേഴ്സണൽ ഇയർ എങ്കിൽ വരാനുള്ള ചാൻസസ് വളരെയധികം ഉണ്ട്. അതുപോലെ 6 ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, അസുഖങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് റിലേഷൻഷിപ്പ്. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപടി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അസുഖങ്ങളുടെ ചാൻസസും വളരെയധികം കൂടുതലാണ്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകളും അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. പേഴ്സണൽ ഇയർ 6 ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. 7 ആണെങ്കിൽ അഡിക്ഷൻസിന്റെ സാധ്യത കൂടുതലാണ്. അതായത് നമ്മള് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ പുകവലി തുടങ്ങാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യുന്നതിനും അതേപടി തന്നെ ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസും 7 ആണ് നിങ്ങളുടെ പേഴ്സണൽ ഇയർ എങ്കിൽ വരാനുള്ള അവസരമുണ്ട്. അതേപടി ശ്രദ്ധിക്കേണ്ട 8 ആണെങ്കിൽ പേഴ്സണൽ ഇയർ 8 ആണെങ്കിൽ അത് വരുന്നത് ശരിക്കും ജോയിന്റ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ലെഗ് റിലേറ്റഡ്, ഫീറ്റ്, കാല്, പാദം, അതേപടി നേരത്തെ പറഞ്ഞ പോലെ നെർവ് റിലേറ്റഡ് ആയ അസുഖങ്ങളുടെയും ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം 9 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടോട്ടൽ 9ലാണ് ഇപ്പോൾ ഉള്ളത്. 9 ഫ്ലൂവിന്റെ ആണ്, അതായത് പനി, വിവിധ അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ പനിക്ക് പഞ്ഞുമില്ല, പലതരത്തിലുള്ള പനികളുണ്ട്. ഈ 9 കൂടെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഇയർ എങ്കിൽ പലതരത്തിലുള്ള പനികൾ വന്ന് പിടിക്കാനും അത് വലിയ ഇഷ്യൂസിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. അപകടങ്ങൾ, വാഹനാപകടങ്ങൾ ചാൻസ് ഉണ്ട് പേഴ്സണൽ ഇയർ 9 ആണെങ്കിൽ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഹെൽത്ത് സെക്ടർ ജനറലി കുറച്ച് പ്രശ്നമാണ് നമ്മുടെ പല പല കാരണങ്ങൾ കൊണ്ടും. അപ്പൊ അതേപടി പേഴ്സണൽ ഇയർ ഇന്നതൊക്കെ ആണെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. അതിന്റെ സൂചനകൾ കാണുകയാണെങ്കിൽ വേഗം അത് ട്രീറ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, എങ്ങനെയാണ് പേഴ്സണൽ ഇയർ ഉണ്ടാവുക, പേഴ്സണൽ ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഈ വക കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ അത് ഷെയർ ചെയ്യുക. അതേപടി തുടർച്ചയായിട്ടുള്ള ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അസുഖങ്ങളൊന്നും വരാണ്ട് ഹാപ്പി ആയിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.